ഇതിനിടയിൽ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സംഘാടകർ കൂപ്പണായിട്ട് വരുന്നുണ്ട്. വെറും കൂപ്പണല്ല, ഗിഫ്റ്റ് നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറക്കരുത്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റുമായിട്ട് വീട്ടിലോട്ട് പോകാൻ എല്ലാവരും 10 രൂപ കൊടുത്ത് ഓരോ കൂപ്പൺ വീതം വാങ്ങിക്കുക. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മുടെ പുറത്തുള്ള ടീ ഷോപ്പിൽ നല്ല ബീഫും പൊറോട്ടയും, കേരളത്തിൻ്റെ നമ്മുടെ ഒരു വികാരമാണല്ലോ പൊറോട്ടയും ബീഫും, അത് നല്ല ചൂടായിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് പോയിട്ട് അത് കഴിച്ചു വരിക. പക്ഷെ ഫുള്ളായിട്ട് അവിടെ നിൽക്കല്ലേ, നമ്മുടെ പ്രോഗ്രാം നമുക്ക് ആവേശം കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ കലാകാരന്മാരെയും വളർത്തുന്നത്. കലാകാരന്മാരെ വളർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മറക്കരുത്. ഞാനൊരു ഫൺ ക്വസ്റ്റ്യൻ ചോദിക്കണേ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പുരുഷന്മാർക്കുള്ള ചോദ്യമാണ്. പുരുഷന്മാരുടെ തലമുടിയാണ് ആദ്യം നരയ്ക്കുക, പിന്നെയാണ് മീശ നരയ്ക്കുക. എൻ്റെ രണ്ടും നരച്ചില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ നരയ്ക്കുള്ളൂ. ഞാനത് റെഡിയാകുമ്പോൾ പിന്നെ അടുത്ത ആഴ്ച നരയ്ക്കുള്ളൂ. അങ്ങനെ സെറ്റപ്പ് നരയ്ക്കും. അങ്ങനെ അപ്പോൾ തലമുടി ആദ്യം നരയ്ക്കുന്ന പുരുഷന്മാർ എന്തുകൊണ്ട് മീശ രണ്ടാമതായിട്ട് നരയ്ക്കുന്നു? മീശയ്ക്ക് പ്രായം കുറവാണെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ശരിയാണ്. പക്ഷെ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മീശയ്ക്ക് പ്രായം കുറവാണെന്നുള്ളതാണ് തലമുടി അപേക്ഷിച്ചിട്ട്. അപ്പോ കമാൺ, ആർക്ക് കൊടുക്കും? ഞാൻ 2 പേരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 2 പേരും കൂടി അത് ഡിവൈഡ് ചെയ്തിരിക്കണം ആ ഗിഫ്റ്റ്. കമാൺ, പേരെന്താണ്? രാജേഷ്. ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് നമ്മുടെ പ്രോഗ്രാം കൺവീനർ, ഞാൻ യൂണിറ്റിലെ സെക്രട്ടറിയാണ്. പിന്നെ അതിനോടം ഏരിയ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രവീണിനെ ക്ഷണിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം കമ്മിറ്റി നമ്മുടെ ചെയർമാന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പ്രവീൺ ക്ഷണിക്കും. പറയും. പേരെന്താ വെച്ചാൽ എന്റെ പേര് രാകേഷ് ആണ്. അതൊരു കോയിൻസിഡൻസ് ആണ്. 2 രാകേഷ്. അപ്പോൾ അത് കറക്റ്റ് ആയി. നമ്മളത് ഗിഫ്റ്റും അതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിന്റെ പേരിൽ നിങ്ങൾ പെടുന്നല്ലേ 2 പേരും കൂടി. കൈയടി. PSC ക്വസ്റ്റ്യൻസിന് പോലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരില്ല. മറക്കരുത്. എന്തുകൊണ്ടാണ് മീശ രണ്ടാമത് നരയ്ക്കുന്നത്? എന്തായാലും മീശ നരയ്ക്കാത്ത ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്.